ഹായ്, എല്ലാവർക്കും വണക്കോ. ഇത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിൽ പരുതൂർ ഗ്രാമത്തിലെ ഒരു പച്ചക്കറി തോട്ടമാണ്. പച്ചക്കറി അല്ലെങ്കിൽ കായ്ക്കറി എന്നൊക്കെ പറയും. അതിവിശാലമായ ഒരു പാടത്തിൻ്റെ നടുവിലാണ് വെണ്ട കൃഷി, ചീര, ചുമന്ന വെണ്ട, ചോളം, എന്നാണ്ട് കതിരിട്ട് ഇനി കായ്കൾ വരുന്നുണ്ട്. ഈ നോക്ക്, ഇതൊരു സാമ്പിൾ കൃഷിയായിട്ട് തുടങ്ങിയതാണ്. 10 വിത്തിട്ടതാണ്, അത് 10 മുളച്ചു. ഇത് മൊത്തം വെണ്ടയാണ്. വെണ്ട, മത്തൻ, ചോളം, അങ്ങനെ അത്യാവശ്യമുള്ള കൃഷികളുണ്ട് ഇതിൽ. വെണ്ട പൂത്ത് വരുന്നതേ ഉള്ളൂ. വെണ്ട വരുന്നുണ്ട്. പിന്നെ കുമ്പളം. ഇത് കണ്ട ചാല്, ഈ ചാലിൽ കൂടെയാണ് നമ്മൾ വെള്ളം എത്തിക്കുന്നത്. നനയെന്ന് പറയും, നനയ്ക്കുക. ഇത് കുമ്പളത്തിൻ്റെ പൂക്കളാണ്. കുമ്പളമുണ്ട്. കുമ്പളം പിടിച്ചു വരുന്നേ ഉള്ളൂ. വെണ്ട ചെറുതിലേക്ക് വരുന്നുണ്ട്. വേണ്ട, ചെറുത് തൈര് തന്നെ വെണ്ട വരുന്നുണ്ട്. ഈ സൈഡ് കംപ്ലീറ്റ് വെണ്ടയാണ്. ഇതിൽ വെണ്ടയുണ്ട്, കുമ്പളമുണ്ട്, ചീരയുണ്ട്. കുറച്ച് സ്ഥലത്തേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒരുപാട് സ്ഥലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. പലരും കൂട്ടായ്മയിലൂടെ ഉണ്ടാക്കിയതാണ്. അതിവിശാലമായ പാടമാണ്. ഇത് അപ്പുറത്തെ പറമ്പാണ്. അപ്പുറത്തെ പാടത്തിൽ വേറെ, ഇത് വേറെ ടീമാണ്. ആ സൈഡിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വിശാലമായ പാടത്താണ്. പിന്നെ പയർ കണ്ട പിടിച്ച് വരുന്നുണ്ട്. വേണ്ട, വയലറ്റ് പയർ, കുറ്റിപ്പയർ, ചീര, ഇത് മീറ്റർ പയറിൻ്റെ 4 മരട് പിടിപ്പിച്ചതാണ്. പയറായി വരുന്നേ ഉള്ളൂ, ആയിട്ടില്ല. ഇതും കുമ്പളമാണ്. ഇത് വെള്ളച്ചാല്, വെള്ളം കൊണ്ടുപോകുന്ന വഴി. ഒരു ടൈം പാസ്സാണ്. രാവിലെയും വൈകിട്ടും പാടത്ത് വരാനുള്ള ഒരു ഉപാധി മാത്രമേ ഉള്ളൂ. കുമ്പളമൊക്കെ താണ്ട പിടിച്ച് വരുന്നേ ഉള്ളൂ. ചോളം 2 സൈഡിലായിട്ട് നട്ടിരിക്കുകയാണ്. കണ്ടല്ലേ? വെണ്ട പൂത്ത് വരുന്നതേ ഉള്ളൂ. മഴ വന്നതുകൊണ്ട് ഒരു വിഷയമാണ്. ഇനി കണ്ടിന്യൂ ആയിട്ട് മഴ പെയ്താൽ ഇതൊക്കെ നശിച്ചു പോകും. അങ്ങേറ്റം വരെ നട്ടിരിക്കുകയാണ്. ഇതൊക്കെ ഓരോരുത്തരുടെ കൃഷിയിടങ്ങളാണ്. കണ്ടില്ലേ? ചെറിയ തൈകളുമുണ്ട് വെണ്ടയുടെ. ഇത് വേറൊരാളുടെ സ്ഥലമാണ്. ഇവിടെ മുതലാണ് നമ്മളുടെ ഏരിയ. വെള്ളരി കുറച്ച് പൊട്ടിച്ചു. വിഷു പ്രമാണിച്ച് കുറേ വെള്ളരി പൊട്ടിച്ചു. ഇനി വെള്ളരി കുറച്ച് ദിവസം കൂടെ കഴിയും. വെള്ളരിയൊക്കെ തീരാറായി. ഇതൊക്കെ വെള്ളരിയുടെ ഏരിയയാണ്. ഇതൊക്കെ കേടുവന്നു. വെള്ളരിയായിരുന്നു. വെള്ളരിയൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ടോ?
പഴുത്തതൊക്കെ നമ്മൾ പൊട്ടിച്ചു. ചോളം പിടിച്ചു വരുന്നുണ്ട്. കണ്ടില്ലേ? ഇനി അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ. എന്താ വിശാലമായ സ്ഥലമാണ്. തൊട്ടപ്പുറത്തൊരു കായലൊക്കെ ഉണ്ട്. വിശാലമായ ഏരിയയാണ്. ഇനി അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.